അപ്പൊ കൽബോള ഇന്നാണ് മഹത്തായ ദിവസം നമ്മുടെ അൻഷിന്റെ നിക്കാഹാണ്. സ്റ്റേജിൽ ഇപ്പൊ അൻഷിണ്ട്, ഉസ്താദുണ്ട്, പെണ്ണിന്റെ വാപ്പുണ്ട്. ഇപ്പൊ നിക്കാഹ് ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നിക്കാഹ് ചൊല്ലിയതിന് ശേഷം മഹർ അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി കൈ കൊടുത്തിട്ട് അൽഹംദുലില്ലാ. അപ്പൊ നിക്കാഹ് കഴിഞ്ഞ പാടിന് ഫുഡ് കൊടുക്കൽ ഞാൻ ഒന്നും ഓർത്തില്ല. ഫുഡ് കൊടുക്കുന്നത് ഓടി അവിടെ വന്നപ്പോൾ നമ്മുടെ കുഞ്ഞാൻ പാണ്ടിക്കാടൊക്കെ ഇരിക്കണം. എന്റെ അമ്മയെ ഞാൻ ഞെട്ടി, ഞാൻ കാണാൻ ആഗ്രഹിച്ച ആളായിരുന്നു. അങ്ങനെ തൊട്ടപ്പുറത്തേക്ക് ക്യാമറ തിരിച്ചപ്പോഴാണ് നമ്മൾ അൻഷിഫ് മുന്നിൽ ഇരിക്കുന്നത്. അവന്റെ വാച്ച് കാണിക്കാൻ തോന്നുന്നു. കുറെ നേരം കൈ ഇങ്ങനെ പൊക്കുണ്ട്. ഞാൻ അവന്റെ വാച്ചിന് വില വെച്ചപ്പോൾ പറയാൻ 68,000 റുപ്യാണ്. 68 വാച്ച കണ്ട തോന്നുന്നു നമുക്ക്. അങ്ങനെ ഞാൻ ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയിട്ട് ഇതിന്റെ തൊട്ടപ്പുറത്തെ നമ്മുടെ ആശി പാണ്ടിക്കാടുണ്ട്, കുഞ്ഞാന്റെ അഞ്ചൻ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഫുഡ് കഴിച്ച് വന്നപ്പോൾ നമ്മളെ മണവാട്ടി അഫ്നയുടെ എൻട്രി ആട്ടോ. ഓള് പാട്ട് പഠിച്ചാണ് വരുന്നത്. നിങ്ങൾക്ക് അറിയാം, പാട്ടുകാരിയാണ്. അപ്പൊ നമുക്ക് പാട്ടൊന്ന് കേട്ടോ. അങ്ങനെ പാട്ട് കഴിഞ്ഞാൽ അൻഷി കയ്യും പിടിച്ചാണ്ട് സ്റ്റേജ് മേക്ക് കെട്ടിട്ടോ. സ്റ്റേജ് മേക്കൽ ഓൺ ലൈഫ്. അൻഷി അത് നമ്മൾ അഫ്നയുടെ കൗത്തില്ലാതെ മഹർ കെട്ടാൻ പോവാണ്. അത് മഹർ കെട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഇത് കുറെ ആൾക്കാരുടെ മുട്ടായിട്ട് കയറി വരുന്ന സ്റ്റേജ്. ഇതൊക്കെ നമുക്ക് സങ്കടം അറിയിക്കാൻ വേണ്ടിയാണ് ഞാൻ എന്റെ ഓരോ ഫ്രണ്ട്സിന്റെ കൂടെ സെൽഫി എടുക്കായിരുന്നു. ഞാൻ മാത്രമേ തൊട്ടപ്പുറത്ത് കുറെ സിംഗിൾസ് ഉണ്ട്. മെയിൻ ആയിട്ട് ഫൈജു കണ്ണട വെച്ചിരിക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ അവന്റെ കണ്ണീരാരും കാണാതിരിക്കാൻ വേണ്ടിയാണ്. പാവാണ്. ബാക്കി വിവരങ്ങൾ നമുക്ക് അടുത്ത ബ്ലോഗിൽ കാണാം. അതുവരെ നിങ്ങൾ ഈ കുട്ടികളെ കണ്ടിരിക്കും. നല്ല രസം കാണാൻ.